ഹൈ ഈ പണ്ടാര കൊതുവിനെ കൊണ്ട് തോറ്റല്ലോ. ആ ബാറ്റ് ഉണ്ടല്ലോ. ഹൈ ഇപ്പൊ ശരിയാക്കി തരാം. ഹൈ ചേട്ടോ ആ ഷട്ടിൽ തട്ടുവാണോ? അല്ല, തൊട്ടില് കെട്ടുവാ. ആരാണ് നീ? ചേട്ടാ നമസ്കാരം. ഓ നിന്നെ കണ്ടാ തോന്നില്ലട്ടോ. എന്ത്? അല്ല അപസ്മാരം ഉണ്ടെന്ന്. ചേട്ടാ ഞാൻ പൂസ. നീ പൂസാണെങ്കിൽ ലേശം മോരും വെള്ളം കൂടി. അതിലേട്ടാ നേരത്തെ വിളിച്ചില്ലേ, ഞാൻ മാട്രിമോണിന്നാണ്. ഞാൻ വിളിച്ചില്ലേ? ആ അങ്ങനെ പറയണ്ടേ ചേട്ടാ. ഞങ്ങളുടെ മാട്രിമോണി എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആണ്. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ 2 മണി. നിന്നെ ഞാൻ എപ്പോഴാ വിളിച്ചേ? 7 മണി. ഇതാടാ ഫാസ്റ്റ്, വളരെ ഫാസ്റ്റ് ആണ്. ചേട്ടാ ഞങ്ങളുടെ വർക്ക് വളരെ ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞത്. അതാവണല്ലോ. സപ്പോസ് ചേട്ടനൊരു പെണ്ണ് കാണാൻ പോയെന്ന് ഇരിക്കട്ടെ, അതിന്റെ ആവശ്യമില്ല. ചേട്ടനും പെണ്ണും കൂടെ സംസാരിക്കണമെന്ന് ഇരിക്കട്ടെ, അതിന്റെ ആവശ്യമില്ല. ചേട്ടന്റെ കല്യാണം നടന്നെന്നിരിക്കട്ടെ, അതിന്റെ ആവശ്യമില്ല. സോറി ഫോർ ഡിസ്റ്റർബൻസ്. ബൈ. ഭ്രാന്താ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കല്യാണക്കാരും പറയാൻ. എടാ അത് ചോദിക്കണ്ടേ? ചേട്ടൻ എന്തിനാട്ടെ ഈ പ്രായത്തിലൊക്കെ പെണ്ണ് കിട്ടാൻ പോകുന്നേ? ഇവിടെ എന്തോരം പണിയുണ്ട്, അത് നീ വന്ന് ചെയ്യോ? എന്റെ പൊന്നു ചേട്ടാ, അതൊരു ബംഗാളി പെണ്ണെ പണിക്കിരുത്തിയാ പോരെ? ഈ ബംഗാളിക്കൊക്കെ എത്ര കൊടുക്കേണ്ടി വരും? ഒരു 10,000 രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ബംഗാളി എനിക്ക് ജീവിത പങ്കാളി ആക്കിക്കൂടെ? ഓ ചേട്ടന്റെ ഒരു കാഞ്ഞ ബുദ്ധി കേട്ടോ. അങ്ങനെയാണെങ്കിലേ ചേട്ടൻ ഒരു 80-85 വയസ്സിലൊരു അമ്മച്ചി കല്യാണം കഴിച്ചേട്ടെ. എനിക്കിവിടെ വൃദ്ധസാധനം ഉണ്ടാക്കാനല്ല, എനിക്കൊരു ചുറുചുറുക്കുള്ള പെണ്ണിനാണ് ആവശ്യം. അരിമുറുക്കലടാ. എന്താ ഇതെന്റെ പിരിമുറുക്ക. അങ്ങനെയാണെങ്കിലേ ഒരു ജോലിക്കാരി പെണ്ണെ കെട്ടിച്ചേട്ടെ. അടിപൊളി. ഈ ക്യാഷ് ഓൺ നട്ട്സിൽ എന്താ ഇതെന്നെ നെട്ടിന്റെ ബാക്കിയാ. അത് പോട്ടെ, അമേരിക്കയിൽ ഒരു പെണ്ണുണ്ട്. അല്ല അപ്പൊ കെട്ടാൻ അമേരിക്ക പോണ്ടേ? എന്തിന്? ചേട്ടാ നമുക്ക് ഡിജിറ്റൽ കല്യാണം നടത്താലോ. അതെങ്ങനെ? അതറിയത്തില്ലേ? ഇല്ല, പറഞ്ഞുതരാം. ചേട്ടൻ ഇവിടെ പൂമാലയും പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ വാട്സപ്പ് വഴി അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അപ്പൊ ചേച്ചി അവിടെ ഒരു പൂമാലയും പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു തരുന്നു. അപ്പൊ ആദ്യ രാത്രി രാത്രി 9:30 ആവുമ്പോഴേ ചേച്ചി പാൽ ഗ്ലാസും പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ചേട്ടൻ ഇങ്ങോട്ട് അയച്ചു തരും. അപ്പൊ ചേട്ടൻ കട്ടിലിരിക്കുന്നൊരു ഫോട്ടോ അങ്ങോട്ട് അയച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? കുറച്ചു കാലം കഴിയുമ്പോ ചേച്ചി 2 പിള്ളേര് നിൽക്കുന്ന ഒരു ഫോട്ടോ ചേട്ടൻ ഇങ്ങോട്ട് അയച്ചു തരും. അല്ല അപ്പൊ മക്കളോ? അത് ചേട്ടന്റെ. ഇതൊക്കെ കമ്മീഷൻ വേണ്ടേ? അത് ചേട്ടൻ തന്നാ മതി. അത് ഞാൻ എപ്പോഴും അയച്ചല്ലോ. എന്ത്? നിന്റെ ടാബിലേക്ക് നോക്ക്. എന്താ? ഒരു കെട്ട് നോട്ടിന്റെ ഫോട്ടോ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അപ്പൊ നീയും ഹാപ്പി, ഞാനും ഹാപ്പി. ഒന്ന് പോടാ അവിടുന്ന്. അങ്ങനെ കാര്യമുണ്ട്. ഒരു സൂപ്പർ കുട്ടിയുണ്ട്, നല്ല കിടിലൻ ഫാമിലി. അതുപോലെ പൂത്ത കാശുള്ള ആൾക്ക് ഒരു മോളും ഉണ്ട്. അല്ല മോള് പൂക്കോ? മോള് പൂക്കോന്നറിയില്ല, പക്ഷെ മൂപ്പര കാശൊക്കെ നോക്കുള്ളതാ. അങ്ങനെയാണെങ്കിലേ ആ പൂത്തത് മാറ്റിയിട്ട് പൂക്കാത്ത ലേശം കാശ് എനിക്ക് തരാൻ പറയണം. നിങ്ങൾക്ക് പൈലാക്കാ നോട്ടോ. നമുക്ക് എന്തിനാടാ പൂത്തത്? ഇതാരെ മോളാന്നറിയോ? ആരെ മോളാ? നമ്മുടെ തടിവേലി പണിക്ക് പോകുന്ന രാഘവേട്ടന്റെ മോളാണ് മായ. അല്ല അവളെ കെട്ടി ഒഴിവാക്കിയതല്ലേ? കെട്ടി ഒഴിവാക്കിയാണ്. ആരാ കെട്ടിയെന്നറിയോ നിനക്ക്? അതായത് ഒരു കിഴങ്ങനാന്ന് തോന്നുന്നു. ആ കിഴങ്ങനാണ് ഞാൻ. അവളെ ഒഴിവാക്കിയിട്ട് വേറെ ഒരുത്തിയെ കെട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ നിന്നോട് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞു. അപ്പൊ അവളെ തന്നെ നീ എന്റെ തലയെ കെട്ടി വെക്ക? അത് പറഞ്ഞിട്ട് കാര്യട്ടാ, ഈ കണ്ടകശനി ഉണ്ടല്ലോ, അത് നിങ്ങളെ കൊണ്ടേ പോകും. നീ കൊണ്ടിട്ടേ പോകൂ.